നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലോട്ട് പോവാം. അടുത്ത ചാപ്റ്ററിൻ്റെ പേരാണ് കയ്യെത്തും ദൂരത്ത് ആകാശം. നമ്മൾ ഈ പാഠത്തിൽ മെയിനായിട്ട് പഠിക്കുന്നത് എന്താണ് ബഹിരാകാശമെന്നും ഇന്ത്യയുടെ വിവിധ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചും ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ കുറച്ച് നക്ഷത്രക്കൂട്ടങ്ങളെ പറ്റും ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ തുടങ്ങാം. അപ്പോൾ അവിടെ എന്താണ് ബഹിരാകാശം? ബഹിരാകാശം എന്നാൽ ഇത്രയേ ഉള്ളൂ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ ഒരു സ്ഥലമാണ് ബഹിരാകാശം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തവിടെ ഒരു നക്ഷത്രക്കൂട്ടത്തിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെ പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ധാരാളം നക്ഷത്രക്കൂട്ടങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് തന്നെ അത് കണ്ട് ഓരോ രൂപങ്ങളെ നമുക്ക് തോന്നും ആ നക്ഷത്രക്കൂട്ടങ്ങളെ കാണുമ്പോൾ. അപ്പോൾ ഇവിടെ ഗ്രീക്കുകാർ അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് കുറച്ച് നക്ഷത്രങ്ങളെ കൂട്ടത്തെ അവർ പേര് നൽകി വിളിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കഥയുടെ അടിസ്ഥാനത്തിൽ അവരെന്താണ് ആൻഡ്രോമിഡ എന്ന രാജകുമാരിയുടെ പേരാണ് ഈ നക്ഷത്രക്കൂട്ടങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കൂട്ടത്തിൻ്റെ പേരെന്താണ്? ആൻഡ്രോമിഡ. അവരുടെ പുരാണ കഥകളൊക്കെ ബേസ് ചെയ്ത് അവർ ഈ നക്ഷത്രക്കൂട്ടത്തിന് ആൻഡ്രോമിഡ എന്ന പേരുള്ള രാജകുമാരിയുടെ പേരാണ് ഈ നക്ഷത്രക്കൂട്ടത്തിന് നൽകിയിരിക്കുന്നത്. ഓക്കെ, നമുക്കടുത്ത കുറച്ച് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാം. അതായത് ഇവിടെ പഠിക്കുന്നത് ആൽഫ സെൻറ്റോറി, പിന്നെ നമ്മുടെ സൂര്യൻ, പിന്നെ ഭൂമി, ചന്ദ്രൻ, ഇവ തമ്മിലുള്ള അകലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളതാണ് ആൽഫ സെൻറ്റോറിക്ക് എത്ര ഭൂമി ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്? 16 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. എത്ര ലക്ഷം? 16 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള വലിപ്പം ആൽഫ സെൻറ്റോറിക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആൽഫ സെൻറ്റോറിക്ക് എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന്. 16 ലക്ഷം ഭൂമിയാണ് ആൽഫ സെൻറ്റോറിക്ക് ഉൾക്കൊള്ളാനുള്ള വലിപ്പം. അപ്പോൾ ഇത് നമ്മുടെ ഭൂമിയിൽ നിന്ന് എത്ര ദൂരെയെന്ന് വെച്ചാൽ 40 ലക്ഷം കോടി കിലോമീറ്റർ. എത്രയാണ്? 40 ലക്ഷം കോടി കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ആൽഫ സെൻറ്റോറി. അടുത്ത് നമുക്ക് സൂര്യനെ പഠിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ആൽഫ സെൻറ്റോറി 16 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള വലിപ്പം ഉണ്ടെങ്കിൽ സൂര്യന് 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. അപ്പോൾ സൂര്യന് എത്ര ഭൂമി ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്? 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം എത്രയാണ്? അത് 15 കോടി കിലോമീറ്ററാണ്. നേരത്തെ നമ്മൾ ആൽഫ സെൻറ്റോറി എത്രയാണ് പറഞ്ഞത്? 40 ലക്ഷം കോടി കിലോമീറ്റർ. ഇതാണെങ്കിൽ 15 കോടി കിലോമീറ്റർ. ഈ 15 കോടി കിലോമീറ്റർ നമ്മൾ ചുരുക്കി ഒരു പേര് പറയും. എന്താണ്? ഒരു AU എന്ന് പറയും. അതായത് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റാണ് 15 കോടി കിലോമീറ്റർ. അപ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം എത്രയാണ്? 15 കോടി കിലോമീറ്റർ. അടുത്ത ഭൂമിയും നമ്മുടെ ഭൂമിയുടെ ഒരു ഉപഗ്രഹമായ ചന്ദ്രനെയും പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്കടുത്ത ഭൂമിയുടെ വലിപ്പം എത്രത്തോളം നോക്കാം. അതായത് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമാണ് ഭൂമിക്കുള്ളത്. എത്രയാണ്? 50 ചന്ദ്രനെ 50 ചന്ദ്രനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമാണ് ഭൂമിക്കുള്ളത്. അടുത്ത ചന്ദ്രൻ്റെ കേസ് പറയുമ്പോൾ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? 3.84 ലക്ഷം. എത്രയാണ്? ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഈ ഒരു കണക്കുകളൊക്കെ ഓർത്ത് വെച്ചോ. ഇത് ചോദിക്കാൻ നല്ലതാണ്. കാരണം ഇപ്പോൾ സ്കൂൾ ടെസ്റ്റ് മാറി. അതുകൊണ്ട് ഈ പോയിന്റുകളെല്ലാം ഓർത്ത് വയ്ക്കുന്നത് നമുക്ക് നല്ല ഉപകാരം ചെയ്യും എക്സാമുകൾക്ക്. അപ്പോൾ ആൽഫ സെൻറ്റോറി എത്ര ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള? 16 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള വലിപ്പവും 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയുമാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന്. അടുത്ത സൂര്യൻ എത്രയാണ്? സൂര്യൻ 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നമ്മുടെ ഭൂമിയിൽ നിന്നും. എത്ര ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ കഴിയും? 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ കഴിയും. അടുത്ത ഭൂമിയുടെ കാര്യം പറയുമ്പോൾ ഭൂമിക്ക് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമാണുള്ളത്. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമാണ് ഭൂമിക്കുള്ളത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം എത്രയാണ്? 3.84 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ നമ്മളിവിടെ ബഹിരാകാശം എന്തെന്ന് പറഞ്ഞു, ജസ്റ്റ് ഒരു ആൻഡ്രോമിഡ എന്ന് പറയുന്ന നക്ഷത്രക്കൂട്ടത്തെ പറ്റി പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അതിനുശേഷം പറഞ്ഞ ഈ കണക്കുകൾ, അതായത് ആൽഫ സെൻറ്റോറിയിലേക്കുള്ള ഭൂമിയിൽ നിന്നുള്ള ദൂരവും പിന്നെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലവും ഭൂമിയുടെ വലിപ്പം എന്താണ് ചന്ദ്രനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഈ പറഞ്ഞ കണക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ആൻഡ്രോമിഡ എന്ന് പറഞ്ഞൊരു നക്ഷത്രക്കൂട്ടത്തെ പറ്റി പറഞ്ഞു. ഇനി കുറച്ച് 2 നക്ഷത്രക്കൂട്ടങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓറിയോൺ അഥവാ വേട്ടക്കാരൻ. എന്താണ്? ഓറിയോൺ അഥവാ വേട്ടക്കാരൻ. പിന്നെ സപ്തഋഷികൾ അഥവാ ബിഗ് ഡിപ്പർ. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് വേട്ടക്കാരനെ പറ്റിയാണ്. വേട്ടക്കാരൻ അഥവാ ഓറിയോൺ.
ഇവ കാണപ്പെടുന്നത് ഡിസംബർ മാസത്തിലാണ്. ഏത് മാസത്തിലാണ്? ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവ കാണപ്പെടുന്ന വേട്ടക്കാരൻ അഥവാ ഓറിയോൺ കാണപ്പെടുന്നത് ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് എവിടെയാണ്? കിഴക്കൻ ചക്രവാളത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ. ഇതിലെ നക്ഷത്രങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വരച്ചാൽ ഒരു വേട്ടക്കാരൻ യോജിപ്പിച്ച് വരച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം കിട്ടും. ഇതുവരെയാണ് ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ ആൻഡ്രോമീഡ പറഞ്ഞതുപോലെ ആൻഡ്രോമീഡ എന്ന രാജകുമാരിയുടെ പേരാണ് ഗ്രീക്കുകാർ അവിടെ എന്താണ് ആ നക്ഷത്ര കൂട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ എന്താണ് ഈ ഓറിയോൺ എന്ന് പറയുന്നത് അവരെ പുരാണത്തിലെ ഒരു കഥാപാത്രമാണ്. ആ പേരാണ് അവരെന്താണ് ഈ നക്ഷത്ര കൂട്ടത്തിനും ഗ്രീക്കുകാർ നൽകിയിരിക്കുന്നത്. അപ്പോൾ വേട്ടക്കാരൻ ഏത് മാസത്തിലാണ്? ഡിസംബർ മാസത്തിലാണ് കാണപ്പെടുന്നത്. കിഴക്കൻ ചക്രവാളത്തിലാണ് കാണപ്പെടുന്നത്. അടുത്ത സപ്തഋഷികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്ര നക്ഷത്രങ്ങൾ കാണും? 7 നക്ഷത്ര കൂട്ടങ്ങൾ. സപ്തഋഷികളിൽ എത്രയാണ്? 7 നക്ഷത്ര കൂട്ടങ്ങൾ. ഇവ ഏപ്രിൽ മാസത്തിലാണ് കാണപ്പെടുന്നത്. ഇവ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്നു. സപ്തഋഷികൾക്ക് വേറൊരു പേരുണ്ട്. അവരുടെ പേരെന്താണ്? അവരുടെ വേറൊരു പേരാണ് ബിഗ് ഡിപ്പർ എന്ന് പറയും. ബിഗ് ഡിപ്പർ. ഈ ബിഗ് ഡിപ്പർ എന്ന് വിളിക്കുന്നത്, സപ്തഋഷികളെ ബിഗ് ഡിപ്പർ എന്ന് വിളിക്കുന്നത് യൂറോപ്യൻ രാജ്യത്തുള്ളവരാണ്. അപ്പോൾ എന്താണ് ഇതാ പറഞ്ഞിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ ഇവയെ ബിഗ് ഡിപ്പർ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിലെ ഒരു നക്ഷത്രഗണത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഏതിൻ്റെയാണ്? അർസ മേജർ. അപ്പോൾ സപ്തഋഷികൾ അഥവാ ബിഗ് ഡിപ്പറിനെ പറ്റി പറയുന്നത് എന്താണ്? ഏപ്രിൽ മാസത്തിൽ ഏത് ചക്രവാളത്തിൽ? വടക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്നു. ഇവയെ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് എന്താണ്? ബിഗ് ഡിപ്പർ. എന്താണ്? ബിഗ് ഡിപ്പർ. ഇവ അർസ മേജർ. ഏതാണ്? അർസ മേജർ. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇവ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വേട്ടക്കാരൻ അഥവാ ഓറിയോൺ പഠിച്ചു. സപ്തഋഷികൾ അഥവാ ബിഗ് ഡിപ്പർ എന്നും എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, അടുത്ത എന്താണ്? സൗരയൂഥം. നമുക്കെല്ലാം അറിയാം. ആ സൗരയൂഥത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഓർഡർ പഠിച്ചു വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് നമ്മൾ കുഴപ്പിക്കുക. നമുക്ക് എത്ര അറിയാമെന്നുള്ള കാര്യമായാലും ആ പരീക്ഷ കാലിലെ ടെൻഷൻ കൊണ്ട് നമ്മളിപ്പോൾ എന്താണ് നമുക്ക് തിരിഞ്ഞു പോകും. അപ്പം ഈ ഒരു ഓർഡർ നിങ്ങൾ നോക്കി വയ്ക്കുക. ഓക്കെ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഗ്രഹം നമുക്കറിയാവുന്നതാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധനായിരുന്നു. പ്ലൂട്ടോ ഉണ്ടായിരുന്നു. പ്ലൂട്ടോയെ പുറത്താക്കി. ഓക്കെ, അപ്പോൾ ഇതിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ്. ഓക്കെ, അടുത്ത സൗരയൂഥം എന്താണെന്നാണ് പറയുന്നത്. സൗരയൂഥം എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യനും ഗ്രഹങ്ങളും എന്താണ് അവയുടെ ഉപഗ്രഹങ്ങളും. അപ്പോൾ സൂര്യൻ, അവയെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ, ഇവയെല്ലാം കൂടെ ചേർത്താണ് സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അടുത്ത് നമ്മളിപ്പോൾ ഒരു ഉപഗ്രഹങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു. ഭൂമിക്ക് ചന്ദ്രൻ ഉപഗ്രഹം ഉള്ളതുപോലെ എന്താണ് നമ്മുടെ ചൊവ്വയ്ക്ക് ഡീമോസ്, ഫോബോസ് ഉള്ളതുപോലെ അടുത്ത മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളായ കൃത്രിമ ഉപഗ്രഹങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോ കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് എന്താണ് ഓരോ ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് നമ്മൾ വിക്ഷേപിക്കുന്നത്. അപ്പോൾ കുറച്ച് കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ്? ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഏതാണ്? ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഓക്കെ, ആദ്യം ഇൻസാറ്റ്. ഇൻസാറ്റ് എന്തിനാണ്? വാർത്താവിനിമയത്തിനാണ്. ഇൻസാറ്റ് വാർത്താവിനിമയം. അടുത്ത എജുസാറ്റ്. എജുസാറ്റ് എന്തിനാണ്? വിദ്യാഭ്യാസത്തിനാണ്. അപ്പോൾ നമ്മൾ 2 എണ്ണം പഠിച്ചു. ഇൻസാറ്റ് എന്തിനാണ്? വാർത്താവിനിമയത്തിനും. എജുസാറ്റ് എന്തിനാണ്? വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമാണ്. അടുത്ത IRNSS. ഏതാണ്? IRNSS എന്തിനാണ്? ഗതി നിർണ്ണയം. IRNSS എന്തിനാണ് വിക്ഷേപിച്ചത്? ഗതി നിർണ്ണയത്തിന് വേണ്ടിയാണ്. അതായത് GPS സംവിധാനങ്ങൾ, അതായത് GPS-ന് ബദലായിട്ടുള്ളത്. അപ്പോൾ IRNSS. അടുത്ത എന്താണ്? കാർട്ടോസാറ്റ്. കാർട്ടോസാറ്റ് എന്തിനാണ്? ഭൗമ നിരീക്ഷണം. അടുത്തത് ആസ്ട്രോസാറ്റ്, ജ്യോതിശാസ്ത്ര മേഖലയ്ക്കാണ്. ആസ്ട്രോസാറ്റ് എന്തിനാണ്? ജ്യോതിശാസ്ത്ര മേഖലയിലെ പഠനത്തിന് വേണ്ടിയാണ് ആസ്ട്രോസാറ്റ്. അടുത്ത ജിസാറ്റ് 7-ഉം എമിസാറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ജിസാറ്റും എമിസാറ്റും രാജ്യത്തിൻ്റെ പ്രതിരോധ ആവശ്യത്തിനാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. ഇൻസാറ്റ് വാർത്താവിനിമയം, എജുസാറ്റ് എന്തിനാണ്? വിദ്യാഭ്യാസം, IRNSS എന്തിനാണ്? ഗതി നിർണ്ണയം. പിന്നെ ജിസാറ്റ് 7-ഉം എമിസാറ്റും പ്രതിരോധത്തിനാണ്. ആസ്ട്രോസാറ്റ് എന്തിനാണ്? ജ്യോതിശാസ്ത്രം. കാർട്ടോസാറ്റ് എന്തിനാണ്? ഭൗമ നിരീക്ഷണത്തിന്. അപ്പം ആസ്ട്രോസാറ്റ് എന്തിനാണ്? ഭൗമ നിരീക്ഷണത്തിന്. ഓക്കെ, നമ്മളിതാ ഈ ഒരു ബോക്സിലുള്ള എല്ലാ കൃത്രിമ ഉപഗ്രഹങ്ങളെക്കുറിച്ചും പഠിച്ചു. നമുക്ക് ഇനി നേരെ അടുത്തതിലോട്ട് പോകാം. നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, IRNSS എന്തിനാണ്? അതായത് നമ്മുടെ GPS-ന് ബദലായുള്ള ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബദൽ, അതാണ് GPS-ന് ബദലായിട്ട് ഇന്ത്യക്കുള്ളതാണ് IRNSS.
ഓക്കെ, നാം വികസിപ്പിച്ച സ്വതന്ത്ര പ്രാദേശിക ഗതിനിർണ്ണയ ഉപഗ്രഹ സംവിധാനമാണ് IRNSS. അതിൻ്റെ ഫുൾ ഫോം ഉണ്ട് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. എന്താണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, GPS സമാനമായി ഇന്ത്യൻ സംവിധാനം. അപ്പോൾ GPS ആർക്കാണ്? അമേരിക്കയ്ക്കുള്ളതാണ്. അപ്പോൾ GPS ബദലായി ഇന്ത്യ കൊണ്ടുവന്നതാണ് IRNSS. അതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചോ. എന്താണ് IRNS? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, അടുത്ത നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ചാണ് സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, തദ്ദേശീയമായി വികസിപ്പിച്ച ഗതിനിർണ്ണയ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം മെയ് 29 നടക്കും. GSLV 12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. 18 മിനിറ്റുകൾ കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എന്താണ്? ഗതിനിർണ്ണയ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം മെയ് 29 നടന്നു. അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഏതിലാണ്? ഏത് റോക്കറ്റാണ്? GSLV 12 GSLV F-12 വിക്ഷേപണം നടന്നത്. അടുത്ത നമ്മുടെ തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ പറ്റിയാണ് അടുത്ത പറയുന്നത്. അപ്പോൾ തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്നാണ് വന്നത്? 1963 നവംബർ 21. 1963 നവംബർ 21 തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വന്നത്. ഓക്കെ, അടുത്ത സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. അതായത് ആദ്യകാലങ്ങളിൽ എന്താണ്? തുമ്പയിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപണം നടത്തിയിരുന്നത്. പിന്നീട് അതെന്താണ്? UN കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ UN കൈമാറിന് ശേഷം എന്താണ് നമുക്കറിയാം എവിടെ നിന്നാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്നതാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, അതായത് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. അതെന്നാണ് വന്നത്? അത് 71 ഒക്ടോബറിലാണ്. അതെന്നാണ്? 71 ഒക്ടോബർ. അപ്പോൾ തുമ്പ എന്നാണ് വന്നത്? 63 നവംബർ 21. 1963 നവംബർ 21 എന്താണ് തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. ഓക്കെ, അത് പിന്നെ എന്താണ്? ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറി ശേഷം ബഹിരാകാശ ദൗത്യങ്ങൾ, അതായത് വിക്ഷേപണങ്ങൾ നടക്കുന്ന എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട. അതെന്നാണ് വന്നത്? അത് വന്നതെന്നാണ് 71 ഒക്ടോബറിലാണ്. അത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ 71 ഒക്ടോബറിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ നിലവിൽ വന്നത്. ഓക്കെ, അടുത്ത ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പിതാവായി അറിയാന്നുള്ള കാര്യമാണ്. ആരാണ്? വിക്രം സാരാഭായ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് ഒരു പറയുന്നത്. വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പിതാവ്. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാരാണ്? വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും നമ്മളെ ചാന്ദ്രയാൻ ദൗത്യത്തിലെ ലാൻഡർ എന്നും വിക്രം എന്ന പേര് നൽകിയത്. അപ്പോൾ വിക്രം സാരാഭായ് ആരാണ്? നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പിതാവാണ് വിക്രം സാരാഭായ്. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വന്നതും. പിന്നെന്താണ്? നമ്മുടെ ചാന്ദ്രയാൻ ദൗത്യത്തിലെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്ന് നൽകിയത് ആരുടെ ബഹുമാനാർത്ഥമാണ്? വിക്രം സാരാഭായുടെ ബഹുമാനാർത്ഥമാണ്. അടുത്ത സതീഷ് ധവാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. അപ്പോൾ ആരാണ് സതീഷ് ധവാൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇദ്ദേഹം ഇസ്രോയുടെ ചെയർമാനായിരുന്നു, ISROയുടെ ചെയർമാനായിരുന്നു. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് എന്ത് പേര് നൽകി? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തേക്കേണ്ട എന്താണ്? സതീഷ് ധവാൻ അദ്ദേഹം ഇസ്രോയുടെ ചെയർമാനായിരുന്നു, നമ്മുടെ ISROയുടെ ചെയർമാനും ആയിരുന്നു. അദ്ദേഹം എന്താണ്? തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് തൻ്റേതായ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ള ബഹുമാനാർത്ഥമാണ് നമ്മൾ ശ്രീഹരിക്കോട്ടയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകിയത്. അപ്പം നമ്മൾ വിക്രം സാരാഭായെ കുറിച്ച് ചർച്ച ചെയ്തു, സതീഷ് ധവാൻ ആരാണെന്നും പറഞ്ഞു. ഓക്കെ, അടുത്ത ചന്ദ്രയാൻ ദൗത്യത്തെ പറ്റി. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി എന്നാണ്? 1969 ജൂലൈ 21. 1969 ജൂലൈ 21 നമ്മൾ എന്താണ് ആദ്യമായി ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയത്. അത് അപ്പോളോ 11 എന്ന പേടകം, അതായത് നാസയുടെ ബഹിരാകാശ ദൗത്യമായ അപ്പോളോ 11 എന്ന പേടകത്തിലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ മനുഷ്യൻ എന്നാണ് കാലുകുത്തിയത്? 1969 ജൂലൈ 21 പ്രീവിയസ്. ഓക്കെ, അടുത്ത ഏത് പേടകത്തിൽ? നാസയുടെ അപ്പോളോ 11 എന്ന പേടകത്തിലാണ് ആരൊക്കെ പോയി? നീൽ ആംസ്ട്രോങ് ആരാണ്? എഡ്വിൻ ആൽഡ്രിൻ എന്നിവരാണ് പോയത്. അപ്പം നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ്.
അപ്പോൾ ആരൊക്കെയാണ് പോയത്? നീൽ ആംസ്ട്രോങ് നമുക്കറിയാം, എൽവിൻ ആൽഡ്രിൻ, പിന്നെ ആരാണ്? മൈക്കിൾ കോളിൻസ്. മൈക്കിൾ കോളിൻസ് ആണ് എന്താണ് അവർ പോയ പേടകം നിയന്ത്രിച്ചാരെന്ന് വെച്ചാൽ മൈക്കിൾ കോളിൻസ്. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ യാത്രകളെ പറ്റിയാണ് ചന്ദ്രനിലേക്കുള്ള മനുഷ്യൻ്റെ പരിവേഷണത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. 1969 ജൂലൈ 21 അപ്പോളോ 11 പേടകത്തിലാണ് ഇവർ 3 പേരും പോയത്. ആരൊക്കെ പോയി? നീൽ ആംസ്ട്രോങ് പോയി, മൈക്കിൾ കോളിൻസ് പോയി, എഡ്വിൻ ആൽഡ്രിനും പോയി. ഇവർ പോയ പേടകം നിയന്ത്രിച്ചാരായിരുന്നു? ആരാണ്? മൈക്കിൾ കോളിൻസ്. അപ്പോൾ പേടകത്തിൻ്റെ പേര് മറക്കൽ, പിന്നെ പോയ ഡേറ്റും മറക്കരുത്. ഓക്കെ, ആരൊക്കെ പോയി എന്നുള്ളത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ബഹിരാകാശ വാരത്തെ പറ്റി സ്പുട്നിക് 1, അതായത് ആദ്യ മനുഷ്യനിർമ്മിത ഉപഗ്രഹമായ സ്പുട്നിക് 1 പറ്റിയാണ് പറയുന്നത്. ഓക്കെ, സ്പുട്നിക് 1 ആരാണ് വിക്ഷേപിച്ചത്? പഴയ സോവിയറ്റ് യൂണിയനാണ്, പഴയ USSR ആണ് വിക്ഷേപിച്ചത്. എന്നാണ്? 1957 ഒക്ടോബർ 4. എന്നാണ്? 1957 ഒക്ടോബർ 4. ഓക്കെ, 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം തന്നെ ആരംഭിക്കുന്നത്. ഓക്കെ, അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് എന്താണ് ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. എന്താണ് അങ്ങനെ ആചരിക്കാൻ കാരണം എന്നു വെച്ചാൽ 1957 ഒക്ടോബർ 4 എന്താണ് നമ്മളെ സ്പുട്നിക് 1 വിക്ഷേപിച്ചു. പിന്നെ ബഹിരാകാശ ഉടമ്പടി എന്ന് പറഞ്ഞൊരു ഉടമ്പടി ഒപ്പുവയ്ക്കുകയുണ്ടായി. അതെന്താണ്? 10 വർഷം കഴിഞ്ഞ്, അതായത് സ്പുട്നിക് 1 വിക്ഷേപിച്ച് 10 വർഷം കഴിഞ്ഞ് 1967 എന്താണ് ഒക്ടോബർ 10 ഇതിൻ്റെ സ്മരണയ്ക്കായാണ് എന്താണ് ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 57 ഒക്ടോബർ 4 എന്താണ് സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 വിക്ഷേപിച്ചു. ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് 1. അടുത്ത എന്താണ്? ബഹിരാകാശ ഉടമ്പടി എന്നാണ് ഒപ്പുവെച്ചത്? 1967 ഒക്ടോബർ 10 അതുകൊണ്ടാണ് ഒക്ടോബർ 4 തൊട്ട് 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ സ്വന്തം ചന്ദ്രയാൻ ദൗത്യങ്ങളാണ്. ചന്ദ്രയാൻ 1, 2, 3. അപ്പോൾ ഇതിൽ നമ്മൾ കറണ്ട് അഫെയർ ഭാഗത്തൊക്കെ ഇത് പഠിക്കുന്നതാണ്. പക്ഷേ ഇതിൽ നമ്മളൊന്ന് കുഴപ്പിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഈ സ്കൂൾ ഡ്രസ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കാം. ചന്ദ്രയാൻ 1 നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചാന്ദ്ര പരിവേഷണമാണ് ചന്ദ്രയാൻ 1. അറിയാം. ഓക്കെ, എന്ന് വിക്ഷേപിച്ചു 2008 ഒക്ടോബർ 22. 2008 ഒക്ടോബർ 27. 2008 ഒക്ടോബർ 22 എവിടെ നിന്ന് വിക്ഷേപിച്ചു? ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. എവിടെ നിന്ന്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ഓക്കെ, അടുത്ത പോയിന്റാണ് നമ്മളെ കുഴപ്പിക്കാൻ പറ്റുന്നത്. ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്ര ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയുണ്ടായി. അപ്പോൾ ചന്ദ്രയാൻ 1 ലക്ഷ്യമെന്ന് ഒറ്റ പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കാനാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു 2008 ഒക്ടോബർ 22. അതായത് ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പാതയിലൂടെ സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിച്ചു. ഓക്കെ, അടുത്ത ചന്ദ്രയാൻ 2 എന്നാണ് വിക്ഷേപിച്ചത്? 2019 ജൂലൈ 22. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര ദൗത്യം. ഓക്കെ, ഇവയുടെ ധർമ്മം എന്താണ്? ചന്ദ്രനിൽ ഇറങ്ങി അവിടുത്തെ പാറയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 2 എന്നാണ് 2009 ജൂലൈ 22. എന്തിനു വിക്ഷേപിച്ചു? ചന്ദ്രനിലെ പാറയും മണ്ണിനെയും കുറിച്ച് പഠിക്കാൻ. ചന്ദ്രനിലുള്ള പാറയും മണ്ണിനെയും കുറിച്ച് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 1 എന്തിനാണ് വിക്ഷേപിച്ചത്? ചന്ദ്രയാൻ 1 എന്താണ്? അതിൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പാതയിലൂടെ ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ചാണ് മെയിനായിട്ട് ഇവിടെ പഠിച്ചത്. അടുത്ത വരുമ്പോൾ എന്താണ്? ചന്ദ്രയാൻ 2 എന്താണ്? ചന്ദ്രനിലെ പാറയും മണ്ണിനെയും കുറിച്ച് പഠിച്ചു. ഓക്കെ, അടുത്ത ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ, അതാണ് പോയിന്റ്. എന്താണ്? ചന്ദ്രൻ ദക്ഷിണത്തിലിറങ്ങിയ ആദ്യ പേടകം. അപ്പോൾ ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? ചന്ദ്രയാൻ 3. എന്നാണ്? 2023 ജൂലൈ 14. ഓക്കെ, ഇപ്പോൾ 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. നമ്മൾ ലാൻഡറിൻ്റെ പേര് നൽകി. നേരത്തെ പറഞ്ഞെന്താണ്? വിക്രം സാരാഭായുടെ ബഹുമാനാർത്ഥമാണ് ലാൻഡറിന് വിക്രം എന്ന പേര് നൽകിയത്. അപ്പോൾ ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. അവർ ലാൻഡർ എന്നാണ് അവിടെ ഇറങ്ങിയത്? 2023 ഓഗസ്റ്റ് 23. അതുകൊണ്ട് നമ്മൾ ഓഗസ്റ്റ് 23 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ബഹിരാകാശ ദിനമായി. അതായത് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് 23. ഓക്കെ, എന്തിനാണ്? അതിൽ നിന്നുള്ള, അപ്പോൾ ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി, അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ ചന്ദ്രയാൻ 1, 2, 3 ഇതിൻ്റെയൊക്കെ എന്താണ് ധർമ്മങ്ങളും ഡേറ്റുകളും നമ്മൾ നോക്കി. അപ്പോൾ ചന്ദ്രയാൻ ഫസ്റ്റ് എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22.
എന്താണ് 100 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രൻ്റെ പരിക്രമണ പാതയിലൂടെ സഞ്ചരിച്ച് ചാന്ദ്ര ഉപരിതലത്തെക്കുറിച്ച് പഠിച്ചു. അടുത്ത ചന്ദ്രയാൻ 2 എന്താണ്? ചന്ദ്രയാൻ 2, അതായത് ചന്ദ്രയാൻ 2 ആണ് ഇന്ത്യയുടെ 2ാമത്തെ ചന്ദ്രദൗത്യം. എന്തിനു വിക്ഷേപിച്ചു? ചന്ദ്രനിലെ പാറകളെയും മണ്ണിനെയും കുറിച്ച്, ചന്ദ്രനിലെ പാറകളെയും മണ്ണിനെയും കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ചു. എന്നാണ് 2019 ജൂലൈ 22. എന്നാണ് 2019 ജൂലൈ 22. അടുത്ത ചന്ദ്രയാൻ 3 നമ്മുടെ 3ാമത്തെ ചന്ദ്രദൗത്യമാണ്. അതിൽ ലാൻഡറിൻ്റെ പേര് നമ്മൾ പറഞ്ഞു വിക്രം ലാൻഡർ എന്ന് പറഞ്ഞു. അതിലെ റോവർ ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങി അവിടെ പരീക്ഷണങ്ങളൊക്കെ നടത്തി. ഓക്കെ, എന്ന് വിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വിക്ഷേപിച്ചു 2023 ജൂലൈ 14. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. ഇതിൻ്റെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി എന്നാണ് ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. അപ്പോൾ 2023 ഓഗസ്റ്റ് 23 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി. അപ്പോൾ ഓഗസ്റ്റ് 23 നമ്മൾ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ ബഹിരാകാശ ദിനം. എന്നാണ്? ദേശീയ ബഹിരാകാശ ദിനമായാണ് നമ്മൾ ഓഗസ്റ്റ് 23 ആഘോഷിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ ചാന്ദ്ര ദൗത്യം നമ്മൾ പഠിച്ചു. അടുത്ത എന്താണ്? മംഗൾയാൻ. അപ്പോൾ മംഗൾയാൻ എന്തിനാണ്? ഇന്ത്യയുടെ ചൊവ്വ പരിവേഷണ പേടത്തിൻ്റെ പേരാണ് മംഗൾയാൻ. ആദിത്യ L1 എന്താണ്? സൗര പരിവേഷണം. ആദിത്യ L1 എന്താണ്? സൗര പരിവേഷണം. അടുത്ത ഗഗൻയാൻ. ഗഗൻയാൻ എന്താണ്? മനുഷ്യനെ, അതായത് ഇന്ത്യ മനുഷ്യനെ ആദ്യമേ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ദൗത്യമാണ് ഗഗൻയാൻ. അപ്പോൾ നമ്മൾ 3 പഠിച്ചു. എന്താണ്? ചന്ദ്രയാൻ പഠിച്ചു. 3 ചന്ദ്രയാൻ ദൗത്യങ്ങളും പഠിച്ചു. പിന്നെ മംഗൾയാൻ. മംഗൾയാൻ എന്താണ്? ഇന്ത്യയുടെ സ്വന്തം ചൊവ്വ പരിവേഷണമാണ് മംഗൾയാൻ. പിന്നെന്താണ്? ഗഗൻയാൻ. ഗഗൻയാൻ എന്താണ്? ബഹിരാകാശത്ത് എന്താണ് മനുഷ്യരെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ആദിത്യ L1 എന്താണ്? നമ്മുടെ സ്വന്തം സൗര ദൗത്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാഠം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്താ പറഞ്ഞു? ബഹിരാകാശം എന്താണെന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞു. പിന്നെ ആൽഫ സെൻറ്റോറിയുടെ വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞു. അത് എത്ര ദൂരം അകലെയാണെന്ന് പറഞ്ഞു. പിന്നെ സൂര്യൻ്റെ വലിപ്പം ഭൂമിയുടെ വലിപ്പമായിട്ട് താരതമ്യം ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എത്ര അകലെയാണെന്ന് പറഞ്ഞു. പിന്നെ ചന്ദ്രൻ്റെ വലിപ്പവും ഭൂമിയുടെ വലിപ്പവും തമ്മിലുള്ള വ്യത്യാസത്തെ പറഞ്ഞു. അവ തമ്മിലുള്ള അകലമൊക്കെ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞു? പിന്നെ നമ്മൾ ബിഗ് ഡിപ്പർ, അതായത് സപ്തഋഷികളെ പറ്റി പറഞ്ഞു. വേട്ടക്കാരൻ അഥവാ ഓറിയോണിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇന്ത്യ വിക്ഷേപിച്ച കുറച്ച് കൃത്രിമ ഉപഗ്രഹങ്ങൾ, അതായത് എമിസാറ്റ്, ജിസാറ്റ് 7, ഇൻസാറ്റ്, കാർട്ടോസാറ്റ്, ആസ്ട്രോസാറ്റ്, എജുസാറ്റ്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് വിക്ഷേപിച്ചത്, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ 3 ചാന്ദ്രദൗത്യത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ മംഗൾയാനെ കുറിച്ച് പറഞ്ഞു. ഗഗൻയാനെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്തിനെ കുറിച്ച് പറഞ്ഞു? ഗഗൻയാൻ, മംഗൾയാൻ, ആദിത്യ L1 കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠത്തിന് ബേസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങളോടെ നമുക്ക് നോക്കാം. ഓക്കെ, സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ സ്വയം പ്രകാശിക്കുന്ന, അപ്പോൾ ആ വാക്കണം നോക്കിയോളണം, ഗ്രഹങ്ങളും ആകാശഗോളങ്ങളാണ്. എന്നാൽ ഗ്രഹങ്ങളും ആകാശഗോളങ്ങളാണ്. എന്നാൽ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ഓപ്ഷൻ എ എന്താണ്? ഉപഗ്രഹങ്ങൾ. ബി ഗ്രഹങ്ങൾ. സി നക്ഷത്രങ്ങൾ. ഡി ക്ഷുദ്ര ഗ്രഹങ്ങൾ. അപ്പോൾ ആൻസർ ഏതാണ്? എന്താണ്? നക്ഷത്രങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്ന് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? അത് നമ്മുടെ സൗരയൂഥമാണ്. അപ്പോൾ എന്താണ്? സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചേർന്നാണ് നമ്മൾ എന്താണ്? സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഓക്കെ, ഏതാണ്? ചന്ദ്രനാണ്. ഓക്കെ, ഇതൊക്കെ ബേസ് സാധനങ്ങളാണ്. അടുത്ത ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഹോമി ജെ ഭാഭ, ബി വിക്രം സാരാഭായ്, സി APJ അബ്ദുൽ കലാം, ഡി CV രാമൻ. ആരാണ്? നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്താണ് ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ലാൻഡറിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകി. ആരാണ്? ഓപ്ഷൻ ബി വിക്രം സാരാഭായ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് വായുരഹിതമായ സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് വായുരഹിതമായ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ അന്തരീക്ഷം, ബി ജീവമണ്ഡലം, സി ബഹിരാകാശം, ഡി ജലമണ്ഡലം. ഏതാണ് ഉത്തരം? ഏതാണ്? സി ബഹിരാകാശം തന്നെയാണ് ഉത്തരം. സി ബഹിരാകാശം. ഓക്കെ, അടുത്ത ചോദ്യം. ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരെന്താണ്? ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ നോക്കാം. ഭ്രമണപഥം, പ്രകാശപഥം, സൗരമണ്ഡലം, ദീർഘവൃത്തം. ഏതാണ്? ഓപ്ഷൻ എ ഭ്രമണപഥമാണ്. എന്താണ്? ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം. അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യത്തിന് നൽകുന്ന പേരെന്താണ്? മംഗൾയാനാണോ അതോ ആര്യഭട്ടയാണോ? സി ചന്ദ്രയാനാണോ? ഡി ഗഗൻയാനാണോ? ഏതാണ്? നമ്മൾ നേരത്തെ നോക്കി. ഏതാണ്? ചന്ദ്രയാൻ. മംഗൾയാൻ എന്താണ്? ഇന്ത്യയുടെ ചൊവ്വ പരിവേഷണമാണ് മംഗൾയാൻ. എന്നാൽ ഗഗൻയാൻ എന്തിനാണ്? ഗഗൻയാൻ എന്താണ്? അതായത് ബഹിരാകാശത്ത് മനുഷ്യനെത്തിക്കാനുള്ള നമ്മുടെ ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ആര്യഭട്ട എന്താണ്? അത് ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഓക്കെ,
നക്ഷത്രങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാനായി അടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് സങ്കല്പിക്കുന്ന രൂപങ്ങളെ എന്ത് വിളിക്കുന്നു? ഓക്കെ, എന്താണ്? ഗ്രഹങ്ങളാണോ, ഉൽക്കകളാണോ, അതോ നക്ഷത്ര ഗണങ്ങളെന്നാണോ വിളിക്കുന്നത്, അതോ ധൂമകേതുക്കൾ എന്നാണോ വിളിക്കുന്നത്? ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ സി നക്ഷത്ര ഗണങ്ങൾ. അപ്പോൾ നക്ഷത്ര ഗണങ്ങൾ എന്താണ് നമ്മൾ കുറച്ച് എന്താണ് ഉദാഹരണം നമ്മൾ നോക്കി. ഏതൊക്കെയാണ്? മറ്റേ ബ്ലാക്ക് ഡിപ്പറിനെ പറ്റി പറഞ്ഞു, പിന്നെ ഓറിയൻ അതായത് വേട്ടക്കാരനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ എന്താണ് നക്ഷത്ര ഗണങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏതാണ്? അത് ചന്ദ്രനാണോ, വ്യാഴമാണോ, സൂര്യനാണോ, ചൊവ്വയാണോ? അപ്പോൾ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ, അതെന്താണ് 15 കോടി കിലോമീറ്റർ നമ്മൾ എന്താണ് ഒരു AU എന്ന് പറയും, ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് AU എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ഉത്തരം? സി സൂര്യനാണ്. അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു. എന്താണ്? ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലെ എത്രയാണ്? 3.84 ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞു. ആൽഫ സെന്റോറിക്ക് ഭൂമിയിൽ നിന്നുള്ള അകലെ എത്രയാണ്? അത് 40 ലക്ഷം കോടിയാണ്. ഓർക്കണം, 40 ലക്ഷം കോടി. സൂര്യനിൽ നിന്നുള്ള അകലെ എത്രയാണ് ഭൂമിക്ക്? 15 കോടി കിലോമീറ്റർ ആണ്. മറ്റേ ആൽഫ സെന്റോറി എത്രയാണ്? 40 ലക്ഷം കോടി. ഇവിടെ 15 കോടി കിലോമീറ്റർ, അവിടെ 40 ലക്ഷം കോടി. ഓക്കെ, നമ്മൾ ആ ഒരു പാഠം കഴിഞ്ഞു. അടുത്തൊരു ചെറിയ പാഠമാണ് ഊർജ്ജ സ്രോതസ്സുകൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഊർജ്ജം? ഊർജ്ജം എന്താണ്? നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ്, അതായത് എന്താണ്? അതായത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. അപ്പം നമുക്ക് ഊർജ്ജം ഉണ്ടെങ്കിൽ എന്താണ്? ചാടാനും ഓടാനും നടക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഊർജ്ജം എന്താണ്? എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്താണ് ഊർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, എന്നാൽ വിവിധ പ്രവർത്തനങ്ങൾ അത് പ്രകടമാകുന്നു. അതായത് ഊർജ്ജത്തെ നമുക്ക് തൊടാനോ കാണാനോ ഒന്നും പറ്റില്ല, പക്ഷേ എന്താണ്? വിവിധ പ്രവൃത്തികളിലൂടെ നമുക്ക് കാണാൻ അറിയാൻ സാധിക്കും. ഓക്കെ, അടുത്ത് ഇന്ധനങ്ങൾ എന്നാണ് പറയുന്നത്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഏതൊക്കെയാണ് ഇന്ധനങ്ങൾ? വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, കൽക്കരി, ഡീസൽ. അപ്പോൾ ഇത് വലിയ ഇമ്പോർട്ടൻ്റ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. എന്താണ്? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് എന്താണ് നമ്മൾ എന്തെന്ന് പറയുന്നു? ഇന്ധനങ്ങളെന്ന് പറയുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് അറിയാമെന്നുള്ളതാണ്. വിറക്, മണ്ണെണ്ണ, നമ്മളെ പെട്രോൾ, ഡീസൽ, LPG ഒക്കെ എന്താണ്? ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ? ഫോസിൽ ഇന്ധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് അടുത്ത നോക്കുന്നത്. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങൾ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലുകളിൽ നിന്നാണ് എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാകുന്നത്. ഇവ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടേയിരിക്കും. അതായത് ഇവ ഉപയോഗിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവിടെ ഉള്ള എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവ എന്തെന്ന് പറയുന്നു? പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പോൾ ഊർജ്ജ സ്രോതസ്സുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇവ എന്താണ്? ഉപയോഗിക്കും തോറും ഇവ തീർന്നുകൊണ്ടേയിരിക്കും. അതായത് വീണ്ടും അവിടെ ആടാവില്ല. അപ്പോൾ ഉപയോഗിക്കും തോറും ഇവ തീരും. ഓക്കെ, എന്നാൽ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല, എന്താണ് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ ഉപയോഗിക്കുന്നതനുസരിച്ച് എന്താണ് അവിടെ തീർന്നു പോകില്ലല്ലോ, അവിടെ കാണും. എന്താണ്? ഇവയെ പുതുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഇവ എന്താണ് ഉപയോഗിക്കുന്നത്? ഇവ എന്തെന്ന് പറയും? പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. അതായത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഇവ എന്താണ്? വായുമലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇവ വായുമലിനീകരണം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ രണ്ട് ഊർജ്ജ സ്രോതസ്സുകളെ പറ്റി നമ്മൾ പറഞ്ഞു: പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. അപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? അത് നമ്മളെ ഫോസിൽ ഇന്ധനങ്ങളാണ്. പെട്രോളിയം, ഡീസൽ, മണ്ണെണ്ണ, അതുപോലുള്ളവയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. പാരമ്പര്യേതര എന്തിനാണ്? നമുക്ക് വീണ്ടും പുതുക്കാൻ പറ്റും, വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇവയ്ക്ക് എന്താണ്? വായുമലിനീകരണം ഇല്ല. ഇവയ്ക്ക് വായുമലിനീകരണം ഇല്ല. ഇവയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല. ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല. ഓക്കെ, അടുത്ത എന്താണ്? കൊച്ചിൻ എയർപോർട്ട്. കൊച്ചിൻ എയർപോർട്ട് ഇവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ പടം കാണുമ്പോൾ അറിയാം, അതാ ഒരു വലിയൊരു സോളാർ പ്ലാന്റാണ് ഇവിടെ കാണപ്പെടുന്നത്. പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി. അപ്പോൾ എന്താണ്? പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി. ഓക്കെ, ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി എന്താണ്? ഈ സൗരോർജ്ജത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? ലോകത്തിലെ തന്നെ എന്താണ് ആദ്യത്തെ സൗരോർജ്ജത്തിൽ പൂർണ്ണമായും, ആ വാക്ക് നിങ്ങളോടത്തോളം പൂർണ്ണമായും പ്രവർത്തിക്കുന്ന, സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് ഏതാണ്? കൊച്ചിൻ എയർപോർട്ട്. അപ്പോൾ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പാർലമെൻറ്റ് ഏതാണ്? പാർലമെൻറ്റ് മന്ത്രി ഏത് രാജ്യത്തിൻ്റെയാണ്? അത് പാകിസ്ഥാൻ്റെയാണ്. അപ്പോൾ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പാർലമെൻറ്റ് മന്ത്രി ഏത് രാജ്യത്തിൻ്റെയാണ്? അത് പാകിസ്ഥാൻ്റെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പടം കഴിഞ്ഞു. ഇതിൽ അത്ര പറയാനുള്ളൂ. വേറെ കുറച്ച് കാര്യങ്ങളുള്ളൂ. എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞ്, എന്താണ് പ്രവൃത്തി, അതായത് ഊർജ്ജം എന്താണെന്ന് പറഞ്ഞു. ഊർജ്ജം എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്താണ് ഊർജ്ജം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ഇന്ധനങ്ങളെ കാര്യം പറഞ്ഞു. പിന്നെ ഊർജ്ജ സ്രോതസ്സുകൾ രണ്ടായി തരംതിരിക്കുന്ന കേസ് പറഞ്ഞു. പിന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞു.
ഓക്കെ, ഇതിൽ വരാവുന്ന ചോദ്യങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. എന്താണ് പ്രവർത്തിച്ചാലുള്ള കഴിവിന് നമ്മൾ എന്ത് പറയുന്നു? പ്രവൃത്തിയുള്ള കഴിവിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ബലമെന്നാണോ പറയുന്നത്? അത് താപം എന്നാണോ പറയുന്നത്? അത് ഊർജ്ജം എന്നാണോ പറയുന്നത്? അത് പ്രകാശം എന്നാണോ പറയുന്നത്? അത് നമുക്കറിയാം, ഉത്തരം അറിയാം. ഏതാണ്? സി, ഊർജ്ജം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. താപം പുറത്തുവിടുന്ന വസ്തുക്കളായ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്. അപ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളിൽ ഇന്ധനങ്ങളല്ലാത്തതിന് ഉദാഹരണം ഏത്? വിറകാണോ? അതോ മണ്ണെണ്ണയാണോ? അതോ LPG ആണോ? അതോ വെള്ളമാണോ? ഏതാണ്? വെള്ളമാണ്. വെള്ളം ഒരു ഇന്ധനമല്ല. വെള്ളമൊക്കെ ഇന്ധനം വരുന്നത് എന്ത് നന്നായിരുന്നല്ലേ? ഓക്കെ, അപ്പം എന്താണ് താപം പുറത്തുവിടുന്ന വസ്തുക്കളായ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമല്ലാത്ത ഏതാണ്? വെള്ളമാണ്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിലകപ്പെട്ടു പോയ ജൈവവസ്തുക്കളിൽ നിന്ന് രൂപപ്പെടുന്ന ഇന്ധനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ചോദിക്കുന്നത്? താഴെ പറയുന്നത് ഫോസിൽ ഇന്ധനം അല്ലാത്തതെന്നാണ്. താഴെ പറയുന്നതിൽ ഫോസിൽ ഇന്ധനം അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കൽക്കരിയാണോ? അതോ ക്രൂഡ് ഓയിലാണോ? പ്രകൃതിവാതകമാണോ? സൗരോർജ്ജമാണോ? ഏതാണ്? സൗരോർജ്ജമാണ്. കാരണം എന്താണ്? സൗരോർജ്ജം എന്താണ്? ഒരു പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അതായത് നമുക്ക് വീണ്ടും നമ്മൾ ഉപയോഗിക്കും തോറും അവിടെ തീരുന്നില്ല സാധനം. എന്നാൽ ഈ പറഞ്ഞ മൂന്നെണ്ണം, കൽക്കരിയും ക്രൂഡ് ഓയിലും പ്രകൃതിവാതകം എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. അവ എന്താണ്? ഉപയോഗിക്കും തോറും തീർന്നുകൊണ്ടേയിരിക്കും, പുതുക്കാൻ സാധിക്കില്ല. അടുത്ത, താപവൈദ്യുത നിലയങ്ങളിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? താപവൈദ്യുത നിലയങ്ങളിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഓപ്ഷൻ എ ഡീസൽ, ബി പെട്രോൾ, സി കൽക്കരി, ഡി ഗ്യാസ്. ഏതാണ് ആൻസർ? ഏതാണ്? സി കൽക്കരിയാണ് ആൻസർ. ഏതാണ്? കൽക്കരിയാണ്. ഓക്കെ, അടുത്ത, ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമല്ലാത്തത്. അപ്പോൾ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചാൽ നമുക്ക് താഴെ പറഞ്ഞതിൽ ഏതാണ് ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം അല്ലാത്തത്? ഏത്? ഓപ്ഷൻ തന്നെ നമുക്ക് അടിക്കാം. ഏതാണ്? പെട്രോൾ ആണോ? മണ്ണെണ്ണയാണോ? LPG ആണോ? അതോ കാറ്റാണോ? ഏതാണ്? കാറ്റാണ്. ഓക്കെ, കാറ്റ് നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം, തിരമാല, കാറ്റ്. സൂര്യപ്രകാശം, തിരമാല, കാറ്റ് ഇവ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പോൾ നമ്മൾ ആ പാഠം കഴിഞ്ഞു. അതൊരു ചെറിയൊരു പാഠം വരുന്നു. അതിൽ നമ്മൾ എന്താണ് ഇന്ധനങ്ങൾ എന്താണ്, മറ്റേ കൽക്കരി ഫോസിൽ ഇന്ധനങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ് ഇന്ധനങ്ങളുടെ നമ്മുടെ ഊർജ്ജ സ്രോതസ്സുകളെ തരംതിരിവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ചെറിയൊരു പാഠങ്ങൾ, അത് കുറച്ച് പോയിന്റ് മാത്രമേ നമുക്ക് അവിടെ പഠിക്കാനുള്ളായിരുന്നുള്ളൂ. അടുത്ത പാഠത്തിലോട്ട് പോകാം. എന്താണ് ഇന്ദ്രിയജാലങ്ങളെ പറ്റിയാണ് പറയുന്നത്. എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? അത് ജ്ഞാനേന്ദ്രിയങ്ങൾ വേറെ ഒന്നുമല്ല, നമ്മുടെ മൂക്ക്, കണ്ണ്, ത്വക്ക് എന്നിവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. അത് നടക്കുന്നു. നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഏതൊക്കെയാണ്? നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇവയുടെ ഉപയോഗം എന്താണ്? ഇത്രയേ ഉള്ളൂ. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങൾ ജന്തുക്കളുണ്ട്. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തിനാണ്? ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന്. ഓക്കെ, അപ്പോൾ നമ്മളെ മനുഷ്യ ശരീരത്തിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്. എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഉപയോഗം? എന്താണ്? ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന്. ഓക്കെ, അടുത്തൊരു ചാർട്ടുണ്ട്, സ്നെല്ലൻ ചാർട്ട് എന്ന് പറയും. അതായത് നമ്മളെന്താ കണ്ണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ഒരു ചാർട്ട് നമുക്ക് വായിക്കാൻ പറയും. ഓക്കെ, ഇത് വായിക്കുന്നതനുസരിച്ചാണ് അവിടെ കണ്ണിൻ്റെ പവറൊക്കെ ലെൻസിൻ്റെ കണ്ണിൻ്റെ പവറൊക്കെ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്നെല്ലൻ ചാർട്ട് ആരാണ് കണ്ടെത്തിയത്? അത് കണ്ടെത്തിയത് 1862 ഹെർമൻ സ്നെല്ലനാണ്. അപ്പോൾ ആരാണ് കണ്ടെത്തിയത്? 1862 നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് എന്താണ് സ്നെല്ലൻ ചാർട്ട് കണ്ടെത്തിയത്. അദ്ദേഹം ഒരു ഡച്ചുകാരനാണ്. അദ്ദേഹം എന്താണ് ഒരു ഡച്ചുകാരനാണ്. അപ്പോൾ ആ വർഷവും ആളെ പേരൊന്ന് ഓർത്ത് വെച്ചോ, കാരണം സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചോദിക്കാം. 1862 ഇത് കണ്ടെത്തിയത്. അത് ഡച്ചുകാരനായ ഹെർമൻ സ്നെല്ലനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര വരിയുണ്ട്? ഇതിൽ 7 വരിയാണുള്ളത്. എത്ര മീറ്ററാണ്? 6 മീറ്റർ അകലെ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ സ്നെല്ലൻ ചാർട്ട് 6 മീറ്റർ അകലെ എന്ന് വായിക്കണം. എത്ര വരിയുണ്ട്? 7 വരികളുണ്ട്. എത്ര വരികളുണ്ട്? 7 വരികളുണ്ട്. കണ്ടെത്തിയതാരാണ്? ഹെർമൻ സ്നെല്ലനാണ്. 1862. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് സ്മാർട്ട് കെയിനാണ്. അപ്പോൾ സ്മാർട്ട് കെയിൻ ഉപയോഗിക്കുന്നതാണ് കാഴ്ച പരിമിതി ഉള്ളവരാണ് സ്മാർട്ട് കെയിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വായിച്ച് വിട്ടാൽ മതി, നിങ്ങൾ ഒന്ന് ഓട്ടിച്ച് വായിച്ച് വിട്ടാൽ മതി. അതായത് എന്താണ് സ്നെല്ലൻ ചാർട്ട് എന്താണ്? അതായത് കാഴ്ച പരിമിതി ഉള്ളവർക്ക് എന്താണ് നടക്കാൻ ഉപയോഗിക്കുന്നത്. അതായത് എന്താണ് അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നതാണ് സ്നെല്ലൻ ചാർട്ട്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ച് വെക്കേണ്ട എന്താണ് ഇതിൽ ഉപയോഗിക്കുന്ന സെൻസറുകളാണ്. സെൻസറുകൾ ഏതാണ്? അൾട്രാസോണിക്, ഇൻഫ്രാറെഡ് സെൻസറുകളാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന സെൻസറുകൾ ഏതാണ്? അൾട്രാസോണിക്, ഇൻഫ്രാറെഡ് സെൻസറുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് സ്മാർട്ട് കെയിൻ ബ്ലൂടൂത്ത് വഴി എന്താണ് നമ്മുടെ സ്മാർട്ട് ഫോണായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നെ വേറെ
വേറെ ഇമ്പോർട്ടൻ്റ് കാര്യമില്ല. നിങ്ങളിതാ ഈ ഒരു സാധനം മാത്രം, ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ ഉപയോഗിക്കുന്ന സെൻസറുകൾ ഏതാണ്? അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകളാണ്. അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകളാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇത് താഴെ വീഴുകയും എഴുന്നേക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കാൻ പറ്റും. ക്രമീകരിക്കാവുന്ന ഉയരം, വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസറി ഫീഡ്ബാക്കുകൾ, ക്രമീകരണങ്ങൾ ഇവയുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ നോക്കേണ്ടതില്ല. ഇത് ഉപയോഗിക്കുന്ന സെൻസറുകൾ ഏതൊക്കെയാണ്? അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത എന്തിനാണ്? കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. എന്താണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ? എന്താണ്? ജന്മനാ കേൾവി ശക്തി തകരാറുള്ളവർക്ക് പരിഹരിക്കുന്നതിനുള്ള ഒരു സർജറിയാണ് എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. അതായത് ജനിക്കുമ്പോഴേ എന്താണ് കേൾവി ശക്തി കുറവുള്ളവർക്ക് എന്താണ് അത് പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് എന്താണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ഓക്കെ, അടുത്ത നമ്മൾ ത്വക്കിൻ്റെ ധർമ്മത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. നമ്മുടെ മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അവയവമാണ്. ഏകദേശം 10.9 കിലോയാണ് ത്വക്കിൻ്റെ ഭാരം തന്നെ. 10.9 കിലോഗ്രാമാണ് ത്വക്കിൻ്റെ ഭാരം. അതായത് എന്താണ്? സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. എന്തൊക്കെ തിരിച്ചറിയാൻ? ചൂട്, തണുപ്പ്, ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിന് ത്വക്ക് സഹായിക്കുന്നു. നടക്കുന്നു. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കളെ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ത്വക്ക് എന്തെല്ലാം ധർമ്മങ്ങളോ ചെയ്യുന്നത്? ഒന്നെന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുന്നു. പിന്നെന്താണ്? നമ്മുടെ ശരീരത്തിൽ താപനില ക്രമീകരിക്കുന്നു. ചൂട്, തണുപ്പ് എന്നിവ അറിയാൻ സഹായിക്കുന്ന ത്വക്കാണ്. അപ്പോൾ ത്വക്കാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. അപ്പോൾ ത്വക്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നൂടെ പറയാം. ത്വക്കിൻ്റെ ധർമ്മം എന്താണ്? അതായത് രോഗാണുക്കളെ തടയുന്നു. പിന്നെന്താണ്? നമ്മുടെ ശരീരത്തിലെ താപനില ക്രമീകരിക്കുന്നു. ചൂട്, തണുപ്പ് എന്നിവ അറിയാൻ സഹായിക്കുന്നു. ഇവയൊക്കെയാണ് ത്വക്കിൻ്റെ ധർമ്മങ്ങൾ. ഓക്കെ, അപ്പോൾ ആ പാഠം കഴിഞ്ഞു. ചെറിയൊരു പാഠമാണ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ എന്ത് പറഞ്ഞു? ഒന്ന് പറഞ്ഞ എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സ്നെല്ലൻ ചാർട്ടിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണെന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ഉദാഹരണം എന്താണെന്ന് പറഞ്ഞു. ത്വക്കിൻ്റെ ധർമ്മങ്ങൾ പറഞ്ഞു. പിന്നെ സ്മാർട്ട് കെയിനിൽ ഉപയോഗിക്കുന്ന സെൻസറുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗം ഏതാണ്? എന്താണ്? സ്നെല്ലൻ ചാർട്ട് പരിശോധന, ശ്രവണ സഹായി ഉപയോഗിക്കൽ, കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ, കണ്ണട ഉപയോഗിക്കൽ. ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ്? ഓപ്ഷൻ സി, കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയാണ് ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗം. അടുത്ത, സ്മാർട്ട് കെയിനിൽ തടസ്സങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സെൻസറുകൾ ഏതാണ്? അപ്പോൾ സ്മാർട്ട് കെയിനിൽ തടസ്സങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സെൻസറുകൾ ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഏതാണ്? അത് അൾട്രാസോണിക് ഇൻഫ്രാറെഡ് ആണ്. അതായത് അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകളാണ് അതിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ചെങ്കണ്ണ് ഏത് തരം രോഗമാണ്? ഓക്കെ, അപ്പോൾ ചെങ്കണ്ണ് ബാധിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കണ്ണിനെയാണ്. ചെങ്കണ്ണ് ബാധിക്കുന്നത് കണ്ണിനെയാണ്. എവിടെയാണ്? എങ്ങനെയാണ് ചെങ്കണ്ണ് വരുന്നത്? അത് ജലത്തിലൂടെ പകരുന്ന രോഗമാണോ? അതോ വായിലൂടെ പകരുന്ന രോഗമാണോ? അതോ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണോ? അതോ ആഹാരത്തിലൂടെ പകരുന്ന രോഗമാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്. അത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ്. ചെങ്കണ്ണ് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ്. എന്തിനെ ബാധിക്കുന്നു? അത് നമ്മുടെ കണ്ണിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ, കാഴ്ച പരിശോധനയ്ക്ക് സാധാരണ ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ്? ഓപ്ഷൻ എ തെർമോമീറ്റർ, ബി സ്നെല്ലൻ ചാർട്ട്, സി ബ്രെയിൻ ലിപി, ഡി ECG ചാർട്ട്. ഏതാണ്? നമ്മൾ നേരെ നോക്കി. ഏതാണ്? സ്നെല്ലൻ ചാർട്ട്. അത് കണ്ടെത്തിയത് ആരാണ്? ഹെർമൻ സ്നെല്ലൻ എന്ന ഡച്ചുകാരനാണ് 1862. എന്താണ്? 1862. ഇതിൽ എത്ര വരികളുണ്ട്? 7 വരികൾ. തിരിഞ്ഞു പോരുത്. 7 വരികൾ. എത്ര മീറ്റർ അകലെ? 6 മീറ്റർ അകലെ ദൂരത്തു നിന്നാണ് ഇത് വായിക്കേണ്ടത്. ഓക്കെ, മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, ഓപ്ഷൻ നോക്കാം. കണ്ണ്, ചെവി, കരൾ, ത്വക്ക്. ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ്? നമ്മുടെ കരളാണ്. അപ്പം കണ്ണ്, ചെവി, ത്വക്ക്, മൂക്ക് എന്നിവയൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തിനാണ്? ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ ബാക്കി കുറച്ച് പാഠം നോക്കി. ഇനി ജന്തുജാലങ്ങൾ, അടുത്ത പാഠത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ആദ്യം തന്നെ പറയുന്നതാണ് കുഴിയാനകളെ പറ്റിയാണ് പറയുന്നത്. നമ്മളെ നാട്ടിലേക്കുള്ള കുഴിയാനെ പറ്റി. അപ്പോൾ ഈ കുഴിയാന ഒരു തരം ജീവിയുടെ, ഒരു പ്രാണിയുടെ ലാർവയാണ്. ഓക്കെ, കുഴിയാന ഒരു തരം ജീവിയുടെ ലാർവയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആൻറ്റിലയൺ ലേസ്വിങ്. ഏതാണ്? ആൻറ്റിലയൺ ലേസ്വിങ് എന്ന പേരുള്ള ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് നമ്മുടെ കുഴിയാന. അപ്പോൾ കുഴിയാന ഏത് പ്രാണിയുടെ ലാർവയാണ്? ആൻറ്റിലയൺ ലേസ്വിങ്. ഏതാണ്? ആൻറ്റിലയൺ ലേസ്വിങ്. ഓക്കെ, പൂഴിമണലിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പുകൾ പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. അറിയാം, ഉറുമ്പിന് ചെറിയ കുഴികളുണ്ടാക്കി അതിലാണ് ഇവ ഉറുമ്പുകൾ അതിനകത്ത് വീഴുകയും അതിനെയാണ് അവർ ഭക്ഷിക്കുന്നത്.
ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. അതായത് ഉറുമ്പിനെ പിടിക്കുന്നതുകൊണ്ട് ആൻഡ് ലയൺ എന്നാണ് കുഴിയാനയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഈ ലാർവ മണൽത്തരികളിലും നേർത്ത നൂലുകൾ ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. കണ്ട അവരുടെ ജീവിതഘട്ടം മാറുന്നു. കണ്ട പിന്നെന്താണ് ലാർവ പിന്നെന്താണ് പ്യൂപ്പയായി മാറുന്നത്. എങ്ങനെയാണ് ലാർവ എങ്ങനെയാണ് മണൽത്തരികളും നേർത്ത നൂലുകൾ ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി അവ പിന്നെ എന്തായി മാറുന്നു, ലാർവ പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ച് ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാണിയായി മാറുന്നു. ഏതാണ് ആൻഡ് ലയൺ ലേസ് വിങ് എന്ന പ്രാണിയായി മാറുന്നു. അപ്പം കുഴിയാനയുടെ ജീവിതഘട്ടമാണ് നമ്മൾ പറയുന്നത്. കുഴിയാന ആൻഡ് ലയൺ ലേസ് വിങ് എന്താണ് ചിറകുള്ള ഒരു ഇനം പ്രാണിയുടെ ലാർവയാണ്. ഉറുമ്പുകളെ പിടിക്കുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് എന്താണ് ആൻഡ് ലയൺ എന്ന പേര് വന്നത്. ഈ ലാർവ പിന്നെ പ്യൂപ്പയാവുന്നത് എങ്ങനെയാണ്, നേരത്തെ മണൽത്തരികളും നൂലുകളും നൂല് വെച്ചുണ്ടാക്കി ഇവരൊരു കൂടുണ്ടാക്കും. ആ കൂടുണ്ടാക്കി പിന്നെ എന്താണ് പ്യൂപ്പയായി മാറുന്നു. പിന്നെ പ്യൂപ്പ എന്തായി മാറുന്നു, പിന്നെ മാറ്റം സംഭവിച്ച് എന്താണ് ആ പ്രാണിയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന അതാണ് എന്താണ് രൂപാന്തരണം. ആ രൂപാന്തരണത്തിന് ഉദാഹരണമാണ് കുഴിയാന എന്ന് പറയുന്നത്. അതെന്താണ്, അതായത് ഒരു മാതൃജീവി മുട്ടയിടുമ്പോൾ ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആ മാതൃജീവിയായിട്ട് യാതൊരു ബന്ധവും കാണില്ല. പിന്നെ എപ്പോഴാണ് ഇവിടെ വളർച്ചാഘട്ടത്തിൽ ഇങ്ങനെ വളർച്ചാഘട്ടത്തിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴാണ് അവ മാതൃജീവിയോടൊപ്പം എന്താണ് സാദൃശ്യമുള്ളതായി മാറുന്നത്. അതിനെന്താണ് പറയുന്നത് രൂപാന്തരണം എന്നാണ് പറയുന്നത്. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയുടെ സാദൃശ്യം ഉണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ പിന്നെ എന്താണ് വിവിധ വളർച്ചാഘട്ടത്തിലൂടെയാണ് മാതൃജീവിയുടെ സാദൃശ്യമുള്ളതായി മാറുന്നത്. ഈ മാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. രൂപാന്തരണത്തിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് കുഴിയാന എന്ന് പറയുന്നത്. കുഴിയാന എന്താ, അതൊരു ലാർവയാണ്. ഏത് പ്രാണിയുടെയാണ്, ആൻഡ് ലയൺ ലേസ് വിങ്ങിൻ്റെ. അതാണ് ആൻഡ് ലയൺ ലേസ് വിങ്ങിൻ്റെ ഒരു ദിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രൂപാന്തരണം എന്ന് പറഞ്ഞു, രൂപാന്തരണത്തിൻ്റെ ഉദാഹരണവും നമ്മൾ നോക്കി. ഓക്കെ, അടുത്ത ചെറിയൊരു ബോക്സിലെ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാണികളെ ഭക്ഷിക്കുന്നതിനാണ് പറയുന്നത്. കാരണം ഈ പ്രാണികൾ നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. അവ കഴിക്കുന്നത് നല്ലതാണ്. കാരണം അതാണ് ഇപ്പോൾ പറയുന്നത് എന്താണ്, ലോകത്തിലെ പല പ്രദേശങ്ങളും, നമ്മൾ ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത്, കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, ലോകത്തിലെ വിവിധ പല പ്രദേശങ്ങളിലും ആളുകൾ എന്താണ് പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് എന്നിവ ഭക്ഷണമാക്കുന്നു. കാരണം ഇവ എന്തെല്ലാം സമ്പുഷ്ടമാണ്. ഇവയിൽ പ്രോട്ടീനുണ്ട്, ഇവയിൽ വിറ്റമിൻസും ഉണ്ട്. ഇവയിൽ പ്രോട്ടീനും ഉണ്ട്, വിറ്റമിൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവ നല്ലൊരു പോഷക സ്രോതസ്സാണ്. അപ്പോൾ ഈ പ്രാണികളൊക്കെ എന്താണ് നല്ലൊരു പോഷക സ്രോതസ്സുകളാണ്. അതായത് ഇതിലെ ഇമ്പോർട്ടൻ്റ് എന്താണ്, കുറഞ്ഞ ചിലവിൽ നമുക്ക് മാംസ്യം ലഭിക്കും. അതായത് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് മാംസ്യം ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് ജീവികളെ പേര് പറയാം. അത് ഏത് തരമെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് പറ്റും. അതായത് എന്താണ് വെള്ളിലത്തോഴി, എന്താണ് എരുക്കുതപ്പി. ഓക്കെ, വെള്ളിലത്തോഴി എന്താണ്, എരുക്കുതപ്പി എന്താണ്, വെങ്ങള നീലി എന്താണ്, വെങ്ങള നീലി. ഓക്കെ, അപ്പോൾ ഈ വെള്ളിലത്തോഴിയും എരുക്കുതപ്പി, വെങ്ങള നീലിയൊക്കെ ഒരിനം ശലഭങ്ങളാണ്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല ഓപ്ഷനിൽ. ഇപ്പോൾ ശലഭം, ചിത്രശലഭം, തുമ്പി, ഉറുമ്പ്, പുഴു അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കവിടെ പെടും. പക്ഷേ ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്, നാരകശലഭം, അരളിശലഭം. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കിട്ടും. ശലഭം എന്ന പേര് വെച്ച് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ 2-3 പേരിൽ ഏതാണ് വെള്ളിലത്തോഴി, എരുക്കുതപ്പി, വെങ്ങണ നീലി എന്ന ഏതുതരം ജീവിക്ക് ഉദാഹരണമാണെന്ന് വെച്ചാൽ അതൊക്കെ എന്താണ് ശലഭങ്ങളാണ്, നമ്മുടെ ചിത്രശലഭങ്ങളുടെ പേരുകളാണ്. വെങ്ങണനീലി പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭങ്ങളാണ് വെങ്ങണനീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറം ഒഴിച്ചാൽ ഇവ എന്താണ് മറ്റ് സവിശേഷ നിശാശലഭങ്ങളുടെയാണ്. അപ്പോൾ എന്താണ് ഇവ പകലാണ് കാണുന്നത്, എന്താണ് ഇവയ്ക്ക് നീല നിറം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവ എന്തെന്ന് പറയുന്നു, ഇവ എന്താണ് നിശാശലഭങ്ങളുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവയെ നിശാ കുടുംബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇവയ്ക്ക് ആ പേര് വരാൻ കാരണം എന്താണ്, വെങ്ങണ മരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ്. അപ്പോൾ വെങ്ങണ നീലി എന്താണ് ഒരു നിശാശലഭത്തിനൊരു ഉദാഹരണമാണ്. ഇവ ഒരു നിശാശലഭത്തിന് ഉദാഹരണമാണ്. ഇവയ്ക്ക് എന്താണ് നിറം എന്താണ് നീല നിറം തന്നെയാണ്. ഇവയ്ക്ക് ആ പേര് ലഭിക്കാൻ കാരണം എന്താണ്, വെങ്ങണ മരത്തിൻ്റെ ഇലകളിലാണ് മുട്ടയിടുന്നത്. ഇവ എന്താണ് വെങ്ങണ മരത്തിൻ്റെ ഇതിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളിലത്തോഴി, എരുക്കുതപ്പി, വെങ്ങണ നീലി ഇവയൊക്കെ എന്തിനുദാഹരണം, ഇവയൊക്കെ ശലഭങ്ങളാണ്. ഓക്കെ, ഈ വെങ്ങണ നീലി എന്തിനാണ്, വെങ്ങണ നീലി നിശാശലഭത്തിന് ഉദാഹരണമാണ്. വെങ്ങണ നീലി നിശാശലഭത്തിനാണ് ഉദാഹരണം. ഇവയ്ക്ക് ആ പേര് വരാൻ കാരണം എന്താണ്, വെങ്ങണ മരത്തിൻ്റെ ഇലയിലാണ് ഇവ മുട്ടയിടുന്നത്. അതിനാണ് വെങ്ങണ മരത്തിൻ്റെ ഇലയിലാണ് ഇവ മുട്ടയിടുന്നത്. ഓക്കെ, അടുത്ത ഊത്തകയറ്റം എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ മാസത്തിൽ കാലവർഷം തുടങ്ങും.
ആ സമയത്ത് മത്സ്യങ്ങൾ എന്താണ് അവിടെ ദേശാടനത്തിന് പോകുന്നതിന് ഊത്തകയറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ദേശാടനത്തിന് പോകുന്നത്? അവ മുട്ടയിടാൻ വേണ്ടിയാണ്. അവയുടെ എന്താണ് മുട്ടയിട്ട് അവയുടെ കുഞ്ഞുങ്ങളുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരെന്താണ് പോകുന്നത്. അപ്പോൾ ഊത്തകയറ്റം ഉണ്ടാകുന്നത് ജൂൺ മാസത്തിൽ കാലവർഷത്തോടെ അടുത്തുള്ള വയലുകളിലും കൈത്തോടുകളിലും ചെറു തടാകങ്ങളിലും കായലുകളിലും ജലാശയങ്ങളിൽ നടത്തുന്ന നമ്മുടെ മത്സ്യങ്ങളുടെ ദേശാടനത്തെയാണ് ഊത്തകയറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സമയങ്ങളിൽ നമ്മൾ വയലിലും മഴക്കാലത്തൊക്കെ വയലിലും കുളത്തിലൊക്കെ വയലുകളിലും കൈത്തോടുകളിലൊക്കെ നമ്മൾ മീൻ പിടിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മീൻ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയുന്നതിനും കാരണമാകുന്നു. ഈ സമയത്തെ മീൻപിടുത്ത നിയമവിരുദ്ധമാണ്. അതായത് ഊത്തകയറ്റം നടക്കുന്ന ജൂൺ മാസത്തിലാണ്, അത് കാലവർഷം നടക്കുന്ന സമയത്ത്. അതായത് നമ്മുടെ വയലുകളിലോ ചെറിയ തോടുകളിലോ നമ്മൾ ആറ്റിൽ നിന്ന് വെള്ളം കയറുമ്പോൾ ആ വെള്ളം കയറുന്ന കൂട്ടത്തിൽ ഇവയും വരുന്നത്. ഇവ എന്തിനാണ് വരുന്നത്? മുട്ടയിടുന്നതിന് ആവശ്യത്തിനാണ് ഇവ അവിടെ വരുന്നത്. ആ സമയത്ത് മീൻ പിടിക്കുന്ന മത്സ്യസമ്പത്ത് കുറയുന്നതിന് കാരണമാകുന്നു. ആ സമയത്തുള്ള മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അപ്പോൾ ഊത്തകയറ്റം എന്താണെന്ന് ഓർത്തിരുന്നാൽ മതി. ഊത്തകയറ്റം എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിൽ കാലവർഷത്തോടെ കാലവർഷ സമയത്ത് ഈ മത്സ്യങ്ങൾ അടുത്തുള്ള വയലുകളിലും ചെറിയ തോട്ടിൽ മുട്ടയിടാൻ വരുന്നതാണ് ഊത്തകയറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ഉഭയജീവികളുടെ കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ഉഭയജീവികൾ? അതിനുള്ള ഉദാഹരണങ്ങളാണ് പറയുന്നത്. അത് നമ്മൾ പാഠപുസ്തകത്തിൽ ഒരു ജീവിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സിസിലികൾ എന്നാണ് അതിൻ്റെ പേര്. സിസിലികൾ ഇവ എന്താണ്? കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. പ്രാദേശികമായി ഇവ കുരുടികളെന്നും പറയപ്പെടുന്നുണ്ട്. കണ്ണുകൾ സുതാര്യമായ തൊക്ക് കൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കും. അപ്പോൾ ഈ പിക്ചർ കാണാൻ നമുക്ക് മനസ്സിലാവും ഇത് പാമ്പാണോ അല്ലയാണെന്ന്. പാമ്പാണോ നമ്മൾ തെറ്റിദ്ധരിക്കും, പക്ഷേ ഇവ പാമ്പുകളല്ല. ഇവ ഉഭയജീവിക്ക് ഉദാഹരണമാണ്. ഇവിടെ പേരെന്താണ്? സിസിലിയനുകൾ. ഇവ ഉഭയജീവിക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ഉഭയജീവി? ഉഭയജീവി എന്താണ്? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നതാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഉഭയജീവിക്ക് ഉദാഹരണം നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയും? തവളയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസിലിയനുകൾ സിസിലിയനുകൾ ഉഭയജീവിക്ക് ഉദാഹരണമാണ്. കണ്ടാൽ പാമ്പിനെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. അതിൽ സിസിലിയനുകൾ ഉഭയജീവിക്ക് ഉദാഹരണമാണ്. ഇവ പ്രാദേശികമായ കുരുടികൾ എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ സിസിലിയനുകൾ ഉഭയജീവിക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത സസ്തനികളാണ് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർന്ന ജീവികളാണ് സസ്തനികൾ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ സസ്തനികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. സസ്തനികൾ ഉദാഹരണം തിമിംഗലം, ഡോൾഫിൻ, വൗവ, നീർനായ, നമ്മുടെ മനുഷ്യരും സസ്തനികൾ തന്നെയാണ്. ഓക്കെ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ മത്സ്യങ്ങൾക്ക് നട്ടലുണ്ട്, ഉഭയജീവിക്ക് നട്ടലുണ്ട്, ഉരകങ്ങൾക്ക് നട്ടലുണ്ട്, പക്ഷികൾക്കും സസ്തനികൾക്കും നട്ടലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാഠം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 4 പാഠം നോക്കി. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് നമ്മളിവിടെ ചർച്ച ചെയ്ത് പോയത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ എല്ലാ പാഠവും നമ്മളിവിടെ ചർച്ച ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് പഠിച്ച പാഠത്തിൻ്റെ കുറച്ച് ചോദ്യം കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നോക്കാം. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ഓക്കെ, അത് പ്രജനനമാണോ, പരാഗണമാണോ, രൂപാന്തരണമാണോ, ദേശാടനമാണോ? നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം വെച്ചൊക്കെ പഠിച്ചാണ്. ഏതാണ്? ഓപ്ഷൻ സി, രൂപാന്തരണമാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കുഴിയാനയുടെ കാര്യം പറഞ്ഞു. കുഴിയാന ഏത് ജീവിയുടെ ലാർവയാണ്? ആൻറ്റിലയൻ ലേസ്വിങ് എന്ന ചെറു പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. അത് പിന്നെ പ്യൂപ്പയായി മാറുന്നതും അത് പിന്നെ ആ പ്രാണിയായി മാറുന്നതൊക്കെ നമ്മളവിടെ ആദ്യം ചർച്ച ചെയ്തതാണ്. ആൻറ്റിലയൻ ലേസ്വിങ് എന്ന പ്രാണിയുടെ ലാർവ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡി, കുഴിയാന എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ അതേത്. പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പൂർണ്ണ വളർച്ച എത്താത്ത കുഞ്ഞിനെ വിളിക്കുന്ന പേര്. അപ്പോൾ പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പൂർണ്ണ വളർച്ച എത്താത്ത കുഞ്ഞിനെ വിളിക്കുന്ന പേരെന്താണ്? അത് ലാർവയാണോ, പ്യൂപ്പയാണോ, നമ്മുടെ വാൽമാക്രിയാണോ, അതോ നിംഫാണോ? ഏതാണ്? ഓപ്ഷൻ ഡി, നിംഫാണ്. ഓക്കെ, അടുത്ത ലോകം. ഏതുതരം ശലഭത്തിൻ്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്? അപ്പോൾ ഏതുതരം ശലഭത്തിൻ്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് ശലഭത്തിൻ്റെയാണ്? നിശാശലഭത്തിൻ്റെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് ശലഭങ്ങൾക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞതാണ്. എരിക്ക് തപ്പി, വെങ്ങണ നീലി, വെള്ളിലെ തോഴിയൊക്കെ ശലഭങ്ങൾക്ക് ഉദാഹരണമാണ്. വെങ്ങണ നീലിയുടെ ആ പേര് വരാൻ കാരണവും പഠിച്ചു. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ പറയുന്നത്? ഏതുതരം ശലഭത്തിൻ്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്? അതെന്താണ്? നിശാശലഭത്തിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം.
കേരള തീരങ്ങളിൽ ട്രോളിംഗ് നിരോധനം സാധാരണ ഏർപ്പെടുത്തുന്ന ഏത് മാസങ്ങളിലാണ്? ഇത് പാഠപുസ്തകത്തിലുള്ളതല്ല, ഞാൻ അല്ലാതെ പുറത്തുനിന്ന് കയറ്റിയതാണ്, അറിഞ്ഞിരിക്കേണ്ട. അപ്പോൾ കേരള തീരങ്ങളിൽ ട്രോളിംഗ് നിരോധനം സാധാരണ ഏർപ്പെടുന്ന ഏത് മാസങ്ങളിലാണ്? അത് ഓപ്ഷൻ എ മാർച്ച് ഏപ്രിലാണോ, ബി ഓഗസ്റ്റ് സെപ്റ്റംബറിലാണോ, സി ജൂൺ ജൂലൈയിലാണോ, ഡി ജനുവരി ഫെബ്രുവരിയിലാണോ? ജനുവരി ഫെബ്രുവരിയിലാണോ? ഏത് മാസത്തിലാണ്? ഓപ്ഷൻ സി ജൂൺ ജൂലൈ മാസത്തിലാണ്. നമ്മൾ ഊത്തകയറ്റമൊക്കെ പറഞ്ഞു, ജൂൺ മാസത്തിലാണ് ഊത്തകയറ്റം നടക്കുന്നത്. ഊത്തകയറ്റം എന്തിനാണ് നടക്കുന്നതെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടക്കുന്ന ഏത് മാസങ്ങളിലാണ്? ജൂൺ ജൂലൈ മാസങ്ങളിൽ. ഏത് മാസങ്ങളിലാണ്? ജൂൺ ജൂലൈ മാസങ്ങളിൽ. പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായ ജലാശയങ്ങളിൽ നടത്തുന്ന യാത്രയ്ക്ക് പറയുന്ന പേരെന്താണ്? അത് ദേശാടനമാണോ, രൂപാന്തരണമാണോ, ഊത്തകയറ്റമാണോ, നീന്തിക്കയറ്റമാണോ? ഏതാണ്? അത് നമ്മുടെ ഏതാണ്? സി ഊത്തകയറ്റമാണ്. സി ഊത്തകയറ്റമാണ്. അപ്പോൾ ഊത്തകയറ്റം നടക്കുന്ന മാസം നിങ്ങൾ ഓർത്ത് വെച്ചോളണം, ജൂൺ മാസത്തിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഇന്ന് പഠിച്ച പാഠത്തിൽ പ്രധാന പോയിന്റുകളും പറഞ്ഞു. പിന്നെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട SCRT ബന്ധപ്പെട്ട നമ്മളെ പോൾസും കാര്യങ്ങളെല്ലാം എന്താണ് നമ്മളെ ടെലിഗ്രാമിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ എന്താണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുവരെ ബൈ.